ഗുഡ് ഈവനിങ് ഓൾ. വിൽ സ്റ്റാർട്ട്. നമ്മൾ തുടങ്ങാൻ പോകുന്നത് ലോജിക്കൽ റീസണിങ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ലോജിക്കൽ റീസണിങ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഔട്ട് ഓഫ് 3 റീസണിങ് ടോപ്പിക്കിലെ, അതായത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്. ഓക്കെ, നമുക്ക് 3 റീസണിങ് ടോപ്പിക്കുകളാണ് നമുക്കുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റീസണിങ് ടോപ്പിക്കുകളിൽ ഒന്നാണ്. ഓക്കെ, വി ഹാവ് ലോജിക്കൽ റീസണിങ് എന്നുള്ളത്. ഓക്കെ, സോ പറ്റാവുന്ന ആളുകളൊക്കെ വീഡിയോയിൽ വരണേ. ഓക്കെ, ക്ലാസ് എടുക്കാൻ കൂടി ഒരു കംഫർട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, അപ്പം കൂടുതൽ ആളുകളും ഒരുപാട് ആളുകൾ അവർക്ക് ടഫായിട്ട് പറയുന്ന ടോപ്പിക്കുകളാണ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് ടഫായിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ. നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പറയും വൺ ഓഫ് ദി ടഫ്. ഇതിനൊരു റാങ്ക് ലിസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ആദ്യത്തെ 1, 2, 3 ലിസ്റ്റിലൊക്കെ. ഓക്കെ, യെസ്, ഓക്കെ, ഉണ്ട്, ഇല്ലാത്തവരുണ്ട്, നോ ഇഷ്യൂ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഞാൻ ജസ്റ്റ് ഒന്ന് സിലബസ് ഷെയർ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഒരുപാട് ആളുകൾ ടഫായിട്ട് പറയുന്ന മാത്സിനൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. ഇതൊരു എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. മാത്സിനൊക്കെ പോലെ തന്നെ ഒരുപാട് ആളുകൾ ടഫ് പറയുന്ന ഒരു ടോപ്പിക്കുകളിൽ ഒന്നാണ് ബേസിക്കലി ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പം സിലബസ് വായിച്ചു നോക്കും, എസ്പെഷ്യലി ലോജിക്കൽ റീസണിങ് ഓക്കെ കൂടുതലായിട്ട് ആളുകൾ ടഫ് പറയുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ്. ഓക്കെ, ലോജിക്കൽ റീസണിങ് എന്നുള്ളത്. അതിൻ്റെ കുറേ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നുണ്ട്, ഡോണ്ട് വറി. ഓക്കെ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസണുകളിലൊന്ന് സിലബസ് വായിക്കുന്ന സമയത്ത് തന്നെ understanding structure of arguments, structure of categorical proposition, classical square of opposition, mood and figure, formal and informal fallacies, connotation and denotation, evaluating and distinguishing deductive and inductive, Venn diagram, pratyaksha, anumana, upamana, shabda, arthapati, okay, anubalabdi, അതുപോലെ തന്നെ വ്യാപ്തി, ഹത്വഭാഷ, ഇങ്ങനെയുള്ള സിലബസ് കാണുന്ന സമയത്ത് തന്നെ മെജോറിറ്റി ഓഫ് പല ആളുകളും ഇത് ഭയങ്കരമായിട്ടുള്ള ടഫായിട്ടുള്ള ടോപ്പിക്കായിട്ട് പറയാറുണ്ട്. ഓക്കെ, ടഫായിട്ടുള്ള ടോപ്പിക്കായിട്ട് പറയാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് ഇതാണെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ എന്നുള്ളതായിരിക്കും. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോയാൽ ഇത് കൂടുതൽ ടഫായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോയാൽ ഇത് കൂടുതൽ ടഫായിട്ട് ഫീൽ ചെയ്യും അല്ലേ. സവ്യാഭിചാര, സാധാരണ, അസാധാരണ, അനുപസംഹാരി, ഓക്കെ, വ്യാപ്ത സിദ്ധ, സ്വരൂപ് സിദ്ധ, ആശ്രയ സിദ്ധ, പ്രതിജ്ഞ, ഏത്, ഉദാഹരണ, ഉപനയ, നിഗമന അല്ലെ. ഇനി അതല്ലെങ്കിൽ ആർഗ്യുമെന്റം ആഡ് ലോജിക്കം, ആർഗ്യുമെന്റം ആഡ് ഹോമിനം, ആർഗ്യുമെന്റം ആഡ് പോപ്പുലം, ആർഗ്യുമെന്റം ഓക്കെ ആഡ് വക്കന്റിയം, ആർഗ്യുമെന്റം ആഡ് വക്കുലം, ഓക്കെ, ആർഗ്യുമെന്റം ആഡ് ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ബേസിക്കലി ഇതിന്റെ ടേം പോലെയുള്ള കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് കൺഫ്യൂഷൻ ആവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ 2-3 കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതെന്തൊക്കെയാന്ന് ചോദിച്ചാൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ ബേസിക്കലി ഇത് ലോജിക്കൽ റീസണിങ് ഒരു എഗ് ഓഫ് കൊളംബസ് ടോപ്പിക് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എഗ് ഓഫ് കൊളംബസ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. ഞാൻ പെട്ടെന്ന് പറയാം, കഥ ആവണമെന്നില്ല. കൊളംബസിന്റെ കാലത്ത് നടന്നു എന്ന് പറയുന്ന ഒരു കഥയാണ്. കൊളംബസ് കുറെ രാജ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു വന്നപ്പം അവിടെയുള്ള കുറച്ച് അസൂയാലുക്കൾ പറഞ്ഞു, കൊളംബസ് ചെയ്ത സംഭവം എന്നല്ല, ഈ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കുമായിരുന്നു, ഈ ആദ്യം പോയിട്ട് കണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ കുറെ കൊളംബസിനെ ഇങ്ങനെ ആക്കി എന്നാണ് ഒരു കഥ. ഒന്ന് കൊളംബസ് ഒരു കുറ്റം ചെയ്തു, ഇങ്ങനെയൊക്കെ പോട്ടെ, നമുക്ക് അതിന്റെ ഐഡിയ ആണല്ലോ. അപ്പോൾ കൊളംബസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരോട് പോയിട്ട് പറഞ്ഞു, ഓക്കെ ശരി, എന്നാൽ ഒരു കോഴിമുട്ട എടുത്തിട്ട് ഒരു കോഴിമുട്ട മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ കുത്തനെ നിർത്തണം എന്ന് പറഞ്ഞു. ഓക്കെ, ടേബിളിൽ കുത്തനെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ആളുകളൊന്നും എന്ത് ചെയ്തില്ല, ആർക്കും പറ്റിയിട്ടില്ല. അവസാനം എല്ലാവരും തോറ്റു എന്ന് പറഞ്ഞപ്പോൾ കൊളംബസ് പോയിട്ട് കോഴിമുട്ട ടേബിളിന്റെ മുകളിൽ കുത്തനെ കൊളംബസ് കോഴിമുട്ട ടേബിളിന്റെ മുകളിൽ കുത്തനെ നിർത്തി. ഇതാണ് കഥ. ഈ കഥയിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് എഗ് ഓഫ് കൊളംബസ് എന്നുള്ള കോൺസെപ്റ്റ് വന്നത് എന്നാണ് പറയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, കൊളംബസ് എങ്ങനെയാണ് കോഴിമുട്ട നിർത്തിയത്? എനി ഐഡിയ? കൊളംബസ് എങ്ങനെയാണ് കോഴിമുട്ട നിർത്തിയത്? Thank you to see lot of person on the screen, Janetta, Prabha, okay,
ഹസ്ന, അർച്ചന, ആർദ്ര, ശരണ്യ, ജയശ്രീ, നിങ്ങളൊക്കെ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കണേ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിട്ട് സ്പെഷ്യൽ ഇത് പറഞ്ഞുതരും, നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ ചിലപ്പം റിപ്ലൈ 1-2 ദിവസം ലേറ്റ് ആയാലും ഐ വിൽ ഡു ദാറ്റ്. ഓക്കെ, സാൾട്ട് വെച്ച് ബോയിൽ ചെയ്ത്, ഓക്കെ, പല രീതിയിൽ മുറിച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. സോ ബേസിക്കലി ഒന്നുമില്ല, കൊളംബസ് ആരൊക്കെ ഉത്തരം പറഞ്ഞോളൂ. കൊളംബസ് കോഴിമുട്ട എടുക്കും, കോഴിമുട്ട എടുത്തിട്ട് കൊളംബസ് കോഴിമുട്ടൻ്റെ അടിയിൽ ചെറുതായിട്ട് ഒന്ന് പൊട്ടിക്കും, ഒന്ന് പൊട്ടിയിട്ട് ടാബിളിൽ വെക്കും, ടാബിളിൽ വെക്കും. ഇതാണ് കഥ. അപ്പൊ ഇവിടെ ഓക്കെ, ഉത്തരം കാണുന്ന സമയത്ത്, ഓക്കെ, ഉത്തരം കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരുമാതിരി ചോദ്യമായി തോന്നും അല്ലേ? ഇതൊരുമാതിരി ചോദ്യമായി പോയി. ഓക്കെ, ഇത് വല്ലാത്തൊരു ചോദ്യമായി പോയി. നമ്മളെ നാടൻ ഭാഷയിൽ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇതൊരു ചളി ചോദ്യമായി പോയി എന്നുള്ളത്. ഇതാണ് എഗ് ഓഫ് കൊളംബസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ കുസൃതി ചോദ്യത്തിൽ കണ്ടിട്ട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കേൾക്കുമ്പോൾ ചോദ്യം എന്തോ ഒരു സംഭവമായിട്ട് വരും. ഓക്കെ, ഉത്തരം അങ്ങ് കിട്ടുമ്പോൾ ഇതൊരു വരി ലോക്കലായി പോയി. ഇതാണ് ലോജിക്കൽ റീസണിംഗ് പ്രത്യേകത. ഇറ്റ് സീംസ് ടു ബി, പേരൊക്കെ കേട്ട എന്തോ ഒരു സംഭവമായിരിക്കും. ഓക്കെ, പേരിട്ടൊക്കെ കേട്ട എന്താ സംഭവം. ഇപ്പം ഒരു ഫാലസി ഉണ്ട്, നിങ്ങൾ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആരും റെക്കോർഡിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി, ടു കോക്ക് ഫാലസി എന്ന് പറഞ്ഞ ഫാലസി ഉണ്ട്. ഓക്കെ, ടു കോക്ക് ഫാലസി എന്ന് പറയുന്ന മറ്റു പേരുകളുടെ ഒരു ഫാലസി ഉണ്ട്. ഈ ഫാലസിയുടെ ഡെഫിനിഷൻ ഒക്കെ ചോദിച്ചാൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഇത് സിമ്പിൾ ആയിട്ട് ഫാലസി ഇത്രയേ ഉള്ളൂ. ഒരാൾ നിങ്ങളൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ അയാൾ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ച് രക്ഷപ്പെടുക. സിമ്പിൾ എക്സാമ്പിൾ ഇത്രയാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഉമ്മ എന്നോട് പറയായിരുന്നു, സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഉമ്മ ഓരോ പണി തരും, ഞാൻ പണി എടുക്കൂല, കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും. വൈകി വരുന്ന സമയത്ത് ഉമ്മാൻ്റെ ഒരു ഇമോഷണൽ ഡയലോഗ് ഉണ്ടാവും, എന്നെ നല്ല നോക്കിയോണ്ട് ഇന്നെ നല്ല നോക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നെ നല്ല നോക്കൂല എന്ന് പറയും. ആ സമയത്ത് ഞാൻ ഉമ്മാനോട് സ്ഥിരമായിട്ട് അടിച്ചിരുന്ന സ്ഥിരമായിട്ടല്ല, ധൈര്യം ഉണ്ടാകുമ്പോൾ അടിച്ചിരുന്ന ഡയലോഗ് ഉണ്ടായിരുന്നു, ഓക്കെ, ഉമ്മാൻ്റെ വാപ്പാനെ നല്ല നോക്കാഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ നല്ല നോക്കാത്തത്. ഓക്കെ, അതിൻ്റെ പ്രശ്നമല്ല, ഉമ്മ വാപ്പനെ നോക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയും. ഇതാണ് ടു കോക്ക് ഫാലസി. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതെന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. ടു കോക്ക് ഫാലസീസ് അനദർ ടു ബ്രൂട്ട് ഫാലസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പഠിക്കും. ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് വി കൻ സേ, മനസ്സിലാക്കാന്നുള്ളത്. മനസ്സിലായില്ലെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായി കഴിഞ്ഞാൽ ബേസിക്കലി ഇത് ഭയങ്കര രസമാണ്. 10 ടോപ്പിക്കുകളിൽ എനിക്ക് ഒരുപോലെ ഇഷ്ടമുള്ള ടോപ്പിക്കുകളാണ് ലോജിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും. ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കുകളാണ്. ലോജിക്കലി ഇത് ഭയങ്കര രസമാണ്. ഡാറ്റ പിന്നെ നമുക്ക് 10-50 കൂട്ടാനും കുറക്കാനൊക്കെ ഉണ്ടാവും, ഒരു രസം ഉണ്ടാവും. ഓക്കെ, സോ ബേസിക്കലി ഈ 2 ടോപ്പിക്കുകളും നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വളരെ ഈസി ആക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ലോജിക്കൽ റീസണിങ്ങിൽ വലിയ ലോജിക്ക് ഇല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സംഭവ പേരൊക്കെ ലോജിക്കൽ റീസണിങ് ആണെങ്കിലും ഇതിൽ വലിയ ലോജിക്കൊന്നും ഇല്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ സിലോജിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചങ്ങന്മാർ എന്തൊക്കെ പറയാറോ, സം കാറ്റ്സ് ആർ ടൈഗേഴ്സ് എന്നൊക്കെയാണ് പറയും. ഓക്കെ, സം ടൈഗേഴ്സ് ആർ അനിമൽസ് എന്നൊക്കെയാണ് പറയും. അടുത്തായിട്ട് ലോജിക്കൽ റീസണിങ്ങിൽ ആളുകൾക്ക് എപ്പോഴാണ് പ്രശ്നം വരാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കോളങ്ങൾക്ക് അനുസരിച്ച് ആളുകൾ ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കും അല്ലെ. സം കാറ്റ്സ് ആർ ടൈഗേഴ്സ് എന്നൊക്കെയാണ് പറയുമ്പോൾ മനസ്സിലാണ് വരും. ഓക്കെ, കടുവയായ കുറച്ച് പൂച്ചകൾ, ആ പൂച്ചന്റെ തല, കടുവന്റെ തല, ആ പൂച്ചന്റെ കാല്, ഓക്കെ, പൂച്ചന്റെ കാല്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് ആലോചിക്കും ഈ സം കാറ്റ്സ് ആർ ടൈഗേഴ്സ്, ഓക്കെ, സം ലയൺസ് ആർ എലഫൻസ് ഒക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സങ്കര ഇനം ജീവനൊക്കെ നമ്മൾ ആലോചിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ഉത്തരത്ത് എങ്ങനെയായിരിക്കും ചോദ്യം ഉണ്ടാവുക വെച്ചാൽ കണ്ടാവും, സം കാറ്റ്സ് ആർ റാറ്റ്സ്, സം ബാറ്റ്സ് ആർ അനിമൽസ്, സം ടൈഗേഴ്സ് ആർ എലഫൻസ്, സം എലഫൻസ് ആർ ഓക്കെ മേ ബി മാമൽസ്. എന്നിട്ട് വിച്ച് among the following is correct? സം കാറ്റ്സ് ആർ റാറ്റ്സ്, ഓക്കെ, സം റാറ്റ്സ് ആർ മാറ്റ്സ്, സം. എന്ത് നോക്കിയാലും അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ശരിയാത്ത കുറെ ഉത്തരമായിരിക്കും, അതിൽ കുറച്ച് കറക്റ്റും ആയിരിക്കും. രസകരമായ കാര്യം, ഉത്തരം വരുമ്പോൾ അതിൽ കുറച്ച് കറക്റ്റും ആയിരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട അടുത്തൊരു കേസ്, ലോജിക്കൽ റീസണിംഗിൽ വലിയ ലോജിക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ലോജിക്കൽ റീസണിംഗിൽ ഭയങ്കരമായിട്ടുള്ള വലിയ ലോജിക്കൊന്നും ഇല്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾ, ബേസിക് സംഭവങ്ങൾ, കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 2 പോയിന്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഡയറക്റ്റ് ആയി ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ ഈ പറയുന്ന ഈ രീതിയിലാവണം എന്നില്ല ടോപ്പിക് എടുക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ അതായത് എക്സാക്ട്ലി ഈ സിലബസിന്റെ ഓർഡറിലാവുന്ന ടോപ്പിക് എടുക്കുക. കഴിഞ്ഞ കുറച്ച് കാലത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 3 ഏരിയയിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്ന്, സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഒപ്പോസിഷൻ റിലേറ്റഡ്. 2, ഫാലസീസ്.
ആഫ്റ്റർ രണ്ടാമത്തത് വി ഹാവ് ഫാലസീസ്. മൂന്നാമത് വി ഹാവ് ഇന്ത്യൻ ലോജിക്. ഇന്ത്യൻ ലോജിക്. ഈ 3 ടോപ്പിക്കിലാണ് ഓക്കെ കാര്യമായിട്ട് ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഓക്കെ ചോദിക്കുന്നത്. ഇന്നിപ്പോൾ എക്സാം നടന്നു അല്ലെ? ഇന്ന് മോർണിംഗിൽ ഇംഗ്ലീഷ് ഷിഫ്റ്റ് നടന്നു, മോർണിംഗും ആഫ്റ്റർനൂൺ ആയിട്ട് ഇംഗ്ലീഷ് ഷിഫ്റ്റ് നടന്നു. എയ്ഫറിൽ ഒരുപാട് കുട്ടികൾ മോർണിംഗിൽ എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു. അവരോട് ക്വസ്റ്റ്യൻസുമായിട്ട് അസസ്മെന്റ് നടത്തിയിരുന്നു. 5 ക്വസ്റ്റ്യൻ ഈ 3 ടോപ്പിക്കിൽ നിന്ന് വന്നത്. 5 ക്വസ്റ്റ്യനും ലോജിക്കൽ റീസണിങ്ങിലെ ഈ 3 ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, രണ്ട് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ രണ്ടെണ്ണൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ ലോജിക് വന്നിട്ട് അതായത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ 3 ടോപ്പിക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആദ്യം ഞാൻ ഫോക്കസ് ചെയ്യും 3 ടോപ്പിക് ആയിരിക്കും. ഓക്കെ, ആദ്യം ഞാൻ ഫോക്കസ് ചെയ്യുക ഈ 3 ടോപ്പിക് ആയിരിക്കും എന്നുള്ളതാണ്. എക്സാക്ട്ലി ഇങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് സ്ട്രക്ചർ, കാറ്റഗറിക്കൽ, ക്ലാസിക്കൽ എന്നുള്ളതല്ല, ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പോവുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ റീസെന്റ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിക്കുന്നത് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ റിലേറ്റഡ് ആണ്. സ്ക്വയർ ഓഫ് അപ്പോസിഷൻ റിലേറ്റഡ് ആണ്. ഇതിങ്ങനെ മാറാറുണ്ട് കേട്ടോ. ചിലപ്പം ഇനീഷ്യലി ഇന്ത്യൻ ലോജിക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ റിലേറ്റഡ് ആയി. സ്ക്വയർ ഓഫ് അപ്പോസിഷൻ റിലേറ്റഡില് ചോദിക്കാറുള്ളത്, ബേസിക്കലി ചോദിക്കാറുള്ളത് ഒന്ന് ലോജിക്കൽ ഇക്വിവാലൻസി. ഏറ്റവും കൂടുതൽ ഇപ്പൊ ചോദിക്കുന്നത് ലോജിക്കൽ ഇക്വിവാലൻസി ആണ്. പിന്നെ ചോദിക്കുന്നത് ലോജിക്കൽ കറക്റ്റ്നെസ്. കറക്റ്റ്നെസ് ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് എഴുതിയാണ് കേട്ടോ. സ്ക്വയർ ഓഫ് അപ്പോസിഷൻ, അതായത് വിച്ച് among the following are true, if this is true which among them is false ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ലോജിക്കൽ. പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. പിന്നെ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ. കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, ഓക്കെ, തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് യൂണിവേഴ്സൽ നെഗറ്റീവ്, ഓക്കെ, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ലോജിക്കൽ റീസണിംഗ്. പിന്നെ ലോജിക്കൽ റീസണിംഗിൽ തന്നെ ഐ ട്രൂ ആസ്പെക്റ്റുകൾ വെച്ചിട്ട് മാത്ത് ദ ഫോളോയിങ്, സ്ക്വയർ ഓഫ് ഒപ്പോസിഷന്റെ തന്നെ മാത്ത് ദ ഫോളോയിങ്. മാത്ത് ദ ഫോളോയിങ്. സോ ഇതാണ് നോർമലി ലോജിക്കൽ റീസണിങ്ങിലെ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സ്ക്വയർ ഓഫ് അപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ് എന്നുള്ളത് ആണ് ഇനീഷ്യലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനീഷ്യലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഇനി ഇതിൽ ഓരോന്ന് നമ്മൾ പഠിക്കാം. നമ്മൾ അതും ഇങ്ങനെ ബേസിക്കലി എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ലോജിക്കൽ ഇക്വാലൻസി, പിന്നെ ലോജിക്കൽ കറക്റ്റ്നെസ്, ഒക്കെ ആ ഓർഡറിലാവില്ല നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആ ഓർഡറിലാവില്ല നമ്മൾ പഠിക്കുന്നത്, മറിച്ച് ഇതിന്റെ മൊത്തം ജനറൽ കുറച്ച് തിയററ്റിക്കൽ ആസ്പെക്റ്റുകൾ, സംഭവങ്ങൾ, കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ആ ഓർഡറിലായിരിക്കും നമ്മൾ പഠിക്കുക. ആ ഓർഡറിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അത് സിലബസിൽ എവിടെ മൊത്തം എന്ന് വെച്ചാൽ ഈ 2 ആസ്പെക്റ്റിലാണ് വരുന്നത് കേട്ടോ. ഇതിലാണ് ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്താണ്, ഓക്കെ, സ്ക്വയർ ഓഫ് അപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പഠിക്കാം. അഥവാ എന്താണ് സംഭവിച്ചതെന്ന് കാരണം നേരത്തെ അറിയാതെ കഴിഞ്ഞ നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നത്, അറിയാതെ അൺമ്യൂട്ടായി പോവുകയാണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന ഫ്ലോയിൽ ചിലപ്പം നിങ്ങളെ ചാറ്റ് കാണണമെന്നില്ല, ചാറ്റ് അടിയിലായിരിക്കും. നമ്മളെ ഒരുപാട് ആളുകൾ വീഡിയോയിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈ ഉയർത്തിയാൽ മതി. എന്തെങ്കിലും ഒരു സീൻ ഉണ്ടെങ്കിൽ എന്തോ ഒരു സീൻ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റിങ്ങനെ ക്ലാസ് എടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ ചാറ്റ് കാണില്ല, ചാറ്റ് മിനിമൈസ് ആയിട്ട് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ് so that I will be checking that. Okay, yeah.
പിന്നെ ഉള്ളൊരു കാര്യം, അഥവാ ഇനി ആർക്കെങ്കിലും നെറ്റ്വർക്കിംഗ് ഇഷ്യൂ കാരണം ചിലപ്പോൾ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ ഓൾക്ക് ചിലപ്പം കേൾക്കാത്ത പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ ചോദിക്കുക, കേൾക്കുന്നില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ബാക്കിയുള്ളവരൊന്ന് റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇത് എല്ലാവർക്കും ഒരു ഇതാണെങ്കിൽ മാത്രം ഞാൻ ഇടപെട്ടോളാം. ചിലപ്പോൾ ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂസിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, പ്രശ്നമുണ്ടോ എന്ന് ചാറ്റ് ബോക്സിൽ ചോദിക്കുക. അത് കാണുന്ന ആരെങ്കിലും ഒക്കെ റെസ്പോണ്ട് ചെയ്യട്ടോ. ആരും റെസ്പോണ്ട് ചെയ്യാതെ കരുത്, അത് അവരുടെ പ്രശ്നമാണോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ എന്നുള്ളത്. ഓക്കെ, കമ്മിങ് ടു കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ. മനസ്സിലാക്കാം, ദിസ് ഈസ് എ വെരി ഈസി ടോപ്പിക്. തൊട്ടിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാണെങ്കിൽ ഇത് വളരെ ഈസി ടോപ്പിക്കാണ്. മനസ്സിലാവുന്നില്ലെങ്കിൽ കുറച്ചായിട്ട് നിങ്ങൾക്ക് കുറേ ഇങ്ങനെ കത്തും, രണ്ടെണ്ണം ശരിയാണ്, മറ്റേ തെറ്റാണ്, പൂച്ചെലിയാണ്, എലി കടുവയാണെന്ന് പറഞ്ഞിട്ട് ആകെ കൺഫ്യൂഷൻ ആവും. കറക്റ്റായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാവുകയാണെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ഉറപ്പായി ഇതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ എക്സാമിന് ആദ്യം അറ്റൻഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുള്ളത് നിങ്ങൾ ഡൗട്ട് ചോദിക്കാം. ഓൺ ദ വേ നിങ്ങൾക്ക് ക്ലാസിന്റെ ഭാഗമായിട്ട് ചോദിക്കാം, ചാറ്റ് ബോക്സിൽ ചോദിക്കാം. അവസാനം ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെയും ചോദിക്കാനുള്ള എല്ലാ ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യും കേട്ടോ. മൊത്തം ആ ഒരു ഫ്ലോ ബാധിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. സോ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ. അപ്പോൾ ആദ്യം കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് പ്രൊപ്പോസിഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് നമുക്ക് കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, പ്രൊപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെന്റൻസ്. ഓക്കെ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പ്രൊപ്പോസിഷൻ ഈസ് എ സെന്റൻസ് ഓർ പ്രൊപ്പോസിഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ആണ്, അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ആണ്, അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പെൻസ് ആർ പ്ലാസ്റ്റിക്, ഇറ്റ്സ് എ പ്രൊപ്പോസിഷൻ. ഓക്കെ, പെൻസ് ആർ പ്ലാസ്റ്റിക്, ഇറ്റ്സ് എ പ്രൊപ്പോസിഷൻ. ഓക്കെ, ഇറ്റ്സ് എ പ്രൊപ്പോസിഷൻ. രണ്ടാമത്തെ ആസ്പെക്ട് കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന, ഓക്കെ, പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ എന്താ പറയാ, ഈ പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിംഗിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അതൊന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ കരുതുന്നു. വീഡിയോയിൽ വരുമ്പോഴാണല്ലോ പലതും മനസ്സിലാവുക. പറ്റാവുന്നത്ര നോട്ടുകൾ എഴുതരുത് എന്നുള്ളത്. നിങ്ങൾ വീഡിയോയിൽ ഉള്ള ആളുകൾ പലരും പരമാവധി നോട്ട് എഴുതുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. വീഡിയോ വരാത്തവർ ഏതായാലും എഴുതുന്നുണ്ട് കേട്ടോ. വീഡിയോ വരാത്തവർ കടന്ന് തലകുത്തനൊക്കെ വന്നിട്ട് എഴുതുന്നുണ്ട്. വീഡിയോയിൽ വരുന്നവർ നല്ല വൃത്തിയിൽ എഴുതുന്നുണ്ട്. ഇതതിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു കേസാണ്, പറ്റാവുന്നത്ര നോട്ട് എഴുതാതിരിക്കുക. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വളരെ നിങ്ങൾ എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല. ആരും ഇനി നോട്ട് എഴുതുന്നതിന് കാണാൻ പാടില്ല എന്ന് എഴുതിയിട്ട് വീഡിയോ ഓഫ് ആക്കുന്നു വേണ്ട. ഇനി ഞാൻ അങ്ങനെ പോയിന്റ് ഒന്നും പറയില്ല, ഒറ്റ തവണ ഞാനത് പറയുള്ളൂ. ഓക്കെ, ഇറ്റ്സ് ഓവർ. അത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ സമയം കൂടി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഇനി അഥവാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ശ്രമിച്ചില്ല പിന്നെ പാളിന്ന് എഴുതി, ഇതിന്റെ റെക്കോർഡിങ്സ് ഉണ്ടല്ലോ, അപ്പോൾ വേണമെങ്കിൽ ഒക്കെ എഴുതാലോ, കുടുങ്ങാണെങ്കിൽ ഒക്കെ എഴുതാലോ. ദിസ് ഈസ് നോട്ട് എ മിസ്സിംഗ് ക്ലാസ്, ദിസ് ഈസ് എ റെക്കോർഡഡ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾ മറ്റെന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാനൊരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. ആ സമയത്ത് കുട്ടികളൊക്കെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. കോളേജിലേക്ക് എന്തിനാ പോകണമെന്ന് ചോദിച്ചാൽ പഠിക്കാൻ വേണ്ടിയിട്ടല്ല. കോളേജിലേക്ക് എന്താ പോകണമെന്ന് ചോദിച്ചാൽ ടീച്ചർ പറഞ്ഞ നോട്ട് എഴുതിയിരിക്കാനാണ് കോളേജിലേക്ക് പോകുന്നത്. പഠിക്കാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ നോട്ട് എത്തിയിട്ട് പേരേക്ക് പോകണം. ഓക്കെ, അതൊരു സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ പരമാവധി നോട്ടുകൾ കുറക്കുക. ഈ സമയത്ത് തന്നെ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ പുതിയൊരു കോൺസെപ്റ്റ് ഇങ്ങനെ പറയും, യൂണിവേഴ്സൽ അഫർമേറ്റീവ് യൂണിവേഴ്സ്, അങ്ങനത്തെ കുറച്ച് പുതിയ പോയിന്റുകൾ വരുമ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്യാം, നോ ഇഷ്യൂ അറ്റ് ആൾ. ആ ഒരു കപ്പാസിറ്റികൾ ഉണ്ടാക്കിയെടുത്താൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഓക്കെ, ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നോട്ട് ചെയ്താതെയാണ് നിങ്ങൾക്ക് കഴിഞ്ഞ 6 നെറ്റ് കിട്ടിയത് എന്നുള്ളത് കൂടി അറിയിക്കുക കേട്ടോ. നോട്ട് ചെയ്താൽ നെറ്റ് കിട്ടും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. സോ അപ്പൊ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ പറയുന്ന പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷനെ, ഒരു സ്റ്റേറ്റ്മെന്റിനെ ഞാൻ എയ്തർ ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നോ, നോ പെൻ ഈസ് പ്ലാസ്റ്റിക് എന്നോ, സം പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നോ, സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക് എന്നോ, ഇങ്ങനെയുള്ള 4 ഡിഫറെന്റ് കാറ്റഗറി ആക്കി മാറ്റുമ്പം അതിനെ നമ്മൾ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് അതിന് 4 കാറ്റഗറി ആക്കി മാറ്റുമ്പോൾ നമ്മൾ അതിനെ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് വിളിക്കും. 4 കാറ്റഗറി ഉള്ളൂ കേട്ടോ. ഓള്, സമ്മ്, സം നോട്ട്, നോ, ഈ 4 കാറ്റഗറി ഉള്ളൂ. ഇതിൽ ഓൾ എന്നുള്ള കാറ്റഗറിയെ നമ്മൾ യൂസ് ചെയ്യുക എ എന്നുള്ള ലെറ്റർ ആണ്. നോ എന്നുള്ള കാറ്റഗറി ഇ എന്നുള്ള ലെറ്റർ ആണ്. സം എന്നുള്ള കാറ്റഗറി ഐ എന്നുള്ള ലെറ്റർ ആണ്. സം നോട്ട് എന്നുള്ള കാറ്റഗറി ഒ എന്നുള്ള ലെറ്റർ ആണ്. ഇനി ഇത് കാണാൻ പഠിക്കണോ വെച്ചാൽ ഇത് കാണാൻ പഠിക്കണം. അത് കാണാൻ പഠിക്കാൻ മാത്രമൊന്നുമില്ല. ഇറ്റ്സ് എ വവൽ ഓർഡർ, എ ഐ ഒ.
ഓക്കെ, അയ്യോ എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഡൗട്ട് ഉണ്ടാകുന്ന വെച്ചാൽ ഈ ഓർഡർ ശരിയായാലല്ല ഈ ഓർഡർ ശരിയാവുള്ളൂ, അതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഈ ഓർഡർ നിങ്ങൾ ശരിക്കും പഠിക്കാതെ പിന്നെ അയ്യോ എന്ന് പഠിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കണ്ട. അതിന് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ നമ്മൾ ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ മാത്രമാകുമ്പോൾ ആ ഓർഡർ ഒന്നും നിങ്ങൾക്ക് ഒരു തെറ്റും തെറ്റില്ല. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. അത്രയ്ക്ക് ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റും നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള അടുത്തൊരു ആസ്പെക്ട് ആണ് വി ഹാവ് എ കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ് നെഗറ്റീവ്. നമ്മൾ ലോജിക്കൽ റീസണിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരുന്ന പല ലോജിക്കുകളും നമ്മൾ ഇല്ലാണ്ടാക്കേണ്ടി വരും. പല എന്ന് പറഞ്ഞാൽ, സോ ഇങ്ങനെ ഒരു ക്വാഡ്രന്റ് ആയിട്ട് നമ്മൾ വരയ്ക്കണം. ഇതാണ് ഓൾ, ഇതാണ് നോ, ഇതാണ് സം, ഇതാണ് സം നോട്ട്. ലെറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാലോ, എ, ഐ, ഇ, ഓ. ഈ ഓളിനെയും നോയെയും കുറിച്ച് പറയുന്നതാണ് യൂണിവേഴ്സൽ എന്നുള്ളത്. ഓക്കെ, ഓളിനെയും നോയെയും കുറിച്ച് നമ്മൾ ഒരുമിച്ച് പറയും യൂണിവേഴ്സൽ എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ പോപ്പുലേഷനെ എല്ലാവരെയും ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പെർട്ടിക്കുലർ പോപ്പുലേഷനിലെ എല്ലാവരെയും ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കണം എന്നുള്ളതാണ്. സോ നിങ്ങൾ മാറ്റേണ്ട ആദ്യത്തെ ധാരണ, നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഓൾ യൂണിവേഴ്സൽ ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നോ യൂണിവേഴ്സൽ അല്ല, അല്ലേ? നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പോലും ജയിച്ചിട്ടില്ല, നമ്മൾ യൂണിവേഴ്സൽ ആയിട്ടല്ല പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരാം. ഓൾ എല്ലാ കുട്ടികളും പരീക്ഷയ്ക്ക് ജയിച്ചു, ഇത് യൂണിവേഴ്സലാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കുട്ടി പോലും പരീക്ഷയ്ക്ക് ജയിച്ചിട്ടില്ല എന്നുള്ളത് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സൽ അല്ല വരിക, അത് യൂണിവേഴ്സൽ ആണ്. അതെന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ആയത് എന്ന് ചോദിച്ചാൽ, ഒരു കുട്ടി പോലും ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 100% കുട്ടികൾ തോറ്റു എന്നുള്ളതാണ്. ഓക്കെ, 100% കുട്ടികൾ തോറ്റു എന്നുള്ളതാണ്. ഒരു കുട്ടി ജയിച്ചു എന്ന് പറയുന്നതും ഒരു കുട്ടി തോറ്റു എന്ന് പറയുന്നതും യൂണിവേഴ്സൽ അല്ല. ഓക്കെ, ശ്രദ്ധിക്കുക, ഒരു കുട്ടി ജയിച്ചു എന്നോ ഒരു കുട്ടി തോറ്റു എന്നോ പറയുന്നത് യൂണിവേഴ്സൽ അല്ല. പക്ഷേ ഒരു കുട്ടി പോലും ജയിച്ചിട്ടില്ല, ഒരു കുട്ടി പോലും തോറ്റിട്ടില്ല എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. യൂണിവേഴ്സൽ ആണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓൾ എന്ന് പറയുന്നത് നോ എന്ന് പറയുന്നതും യൂണിവേഴ്സൽ ആണ്. കാരണം അതിന്റെ എല്ലാ പോപ്പുലേഷനെയും അത് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇവൻ ദോ നോന്റെ കേസിൽ നെഗറ്റീവ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, അത് ഇവിടെ ഒരു വിഷയമല്ല, അത് യൂണിവേഴ്സൽ ആണ്. ഇനി സമ്മിനെയും സംനോട്ടിനെയും നമ്മൾ പറയുന്ന പേരാണ് പെർട്ടിക്കുലർ എന്ന്. ഓക്കെ, സമ്മിനെയും സംനോട്ടിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മൾ പെർട്ടിക്കുലർ എന്ന്. ഓക്കെ, അപ്പൊ പെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് മാത്രമാണ്. സം പെൻസ് ആർ പ്ലാസ്റ്റിക്, പെന്നിൽ ഒരു പാട്ട്. സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക്, പെന്നിൽ ഒരു പാട്ട്. അത് രണ്ടിനും പെർട്ടിക്കുലർ എന്ന് നമ്മൾ വിളിക്കും. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാനൊന്നുമില്ല. ഓക്കെ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാനൊന്നുമില്ല. ഇനി അടുത്തൊരു ആസ്പെക്ട് ആണ്, ഓക്കെ, ഈ ഓളിനെയും നോയെയും കൂടി നമ്മൾ വിളിക്കുന്നതാണ് അഫർമേറ്റീവ്. അഫർമേറ്റീവ്. നോയെയും സംനോട്ടിനെയും നമ്മൾ വിളിക്കുന്നതാണ് നെഗറ്റീവ്. ഓക്കെ, ഓളിനെയും സമ്മിനെയും നമ്മൾ അഫർമേറ്റീവ് എന്ന് വിളിക്കും. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ അഫേം ആണ്, ഒരു പോസിറ്റീവ് ഔട്ട്കം ആണുള്ളത്. ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ്, സം പെൻസ് ആർ പ്ലാസ്റ്റിക് ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ്. അതേസമയം നോയെയും സംനോട്ടിനെയും നമ്മൾ വിളിക്കുക ഓക്കെ നെഗറ്റീവ് എന്നാണ്. കാരണം നോ പെൻസ് ആർ പ്ലാസ്റ്റിക് ഒരു നെഗറ്റീവ് ആണ്, സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക് ഒരു നെഗറ്റീവ് ആണ്. ഓക്കെ, സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക് ഒരു നെഗറ്റീവ് ആണ്. ഓക്കെ, ഒരു നെഗറ്റീവ് ആണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് ഒരുമിച്ച് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇതാണ്. എ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ്, നോ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവും, സം എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ അഫർമേറ്റീവും, സം നോട്ട് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ നെഗറ്റീവും ആകുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, സം നോട്ട് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ നെഗറ്റീവും ആവുന്നു. ദാറ്റ്സ് ഇറ്റ്, ക്ലിയർ. ഇനി നമുക്ക് ഇതുവരെയുള്ള ഇതിന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള ആസ്പെക്റ്റുകളുടെ ഓക്കെ എന്താ പറയാ ചോദ്യം ഒന്ന് നോക്കാം. ഓക്കെ, ചോദ്യം ഒന്ന് നോക്കാം. എല്ലാം കൂടി ഞാൻ യൂണിവേഴ്സൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ നോട്ട് ചെയ്താത്ത ആളുകൾക്കൊക്കെ എവിടെയോ ഒരു കണക്ഷൻ പോയ പോലെ തോന്നും. ഒരു പേടിയും പേടിക്കണ്ട. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വർക്കിംഗ് ഔട്ട്. ഓക്കെ, ദാറ്റ് വിൽ ബി വർക്കിംഗ് ഔട്ട് എന്നുള്ളതാണ്. യാ, ക്വസ്റ്റ്യൻ, വിച്ച് സെന്റൻസ് ഫിറ്റ് ഇൻ ടു ദ
കനോട്ട് ഫിറ്റ് ഇൻ ടു ദ AEO ഫ്രെയിംവർക്ക്. AEO ഫ്രെയിംവർക്കിലേക്ക് ഫിറ്റ് ചെയ്യാത്ത സെന്റൻസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. പറയാം. ഈസി വൺ. ദ സാൾട്ട് ഹാസ് നോട്ട് ആബിൾ. കാരണം ഇത് നോ ആണ്, ഇത് ആളാണ്, ഇത് സം ആണ്, പക്ഷെ സെക്കൻഡ് ആണ്. ഇത് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇങ്ങനെ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. സം സ്റ്റുഡൻസ് ആർ സിൻസിയർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് പ്രപ്പോസിഷൻ? വിച്ച് പ്രപ്പോസിഷൻ? What is it? Okay, some students are sincere എന്നുള്ളതാണ്. We have it as particular affirmative. അല്ലേ? Particular affirmative. അടുത്തത് all tigers are animals. ഏതാണ്? all tigers are animals. ഏതാണ്? Okay, all tigers are animals. Okay, we have it as easy one. Universal, affirmative. Universal affirmative എന്നുള്ളതാണ് നമുക്ക് all tigers are animals എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നമുക്ക് ഉണ്ടാവുക. പെട്ടെന്നാക്കാം. ഇത്രയാണ് നമുക്ക് അതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഉള്ളത്. നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് പോവാം. Categorical proposition. Okay. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷനുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ദ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഒന്നും ഡൗട്ടില്ല ഞാൻ കരുതുന്നു. ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. അപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, a distributed term is a term of a categorical proposition that is used with reference to every member of a class. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും അതിൽ റെപ്രസെന്റ് ചെയ്യും. അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും അതിൽ റെപ്രസെന്റ് ചെയ്യില്ല. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയി പറയുമ്പോൾ ആദ്യം ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടഡിനെയും യൂണിവേഴ്സലും തമ്മിലാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക. അല്ലേ? ഇതന്നല്ല യൂണിവേഴ്സലിലും പറഞ്ഞത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇതന്നല്ല യൂണിവേഴ്സലിലും കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ നോക്കുകയാണ്, ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്. ഇതെന്താണ്? യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. യൂണിവേഴ്സൽ അഫർമേറ്റീവിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പോസിറ്റീവ് എന്നുള്ളത് കേട്ടോ. ഇതല്ലാതെ പോസിറ്റീവ് ഇടുന്ന ഒന്നൊന്നും പ്രശ്നമാക്കണ്ട. ഓക്കെ, അഫർമേറ്റീവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. ഇത് യൂണിവേഴ്സൽ പോസിറ്റീവ് പ്രപ്പോസിഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സൽ പ്രപ്പോസിഷൻ. ഈ യൂണിവേഴ്സൽ പ്രപ്പോസിഷൻ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഈ ഓള് കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അല്ലെ? ഓള് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ യൂണിവേഴ്സലും പെർട്ടിക്കുലറിന്റെയും പ്രത്യേകത ഈ ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ കീ വേർഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദ ഹോൾ ആസ്പെക്റ്റിനെ, ഹോൾ സെന്റൻസിനെ പറയുന്നതാണ് യൂണിവേഴ്സൽ പെർട്ടിക്കുലർ എന്നുള്ളത്. മറിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഈ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും പറയുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് എപ്പോഴും പറയാ ഒരു വേർഡിനെ ആയിരിക്കും, ഒരു സെന്റൻസിനെ ആവില്ല. ഓക്കെ, ഇതിലിപ്പം പെന്ന് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആവാം, പ്ലാസ്റ്റിക് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവാം. അതേസമയം ഇതിൽ ഓവറോൾ സെന്റൻസ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആയിരിക്കും. അപ്പം യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പെർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ അഫർമേറ്റീവ്, പെർട്ടിക്കുലർ അഫർമേറ്റീവ് എന്നൊക്കെ പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ദ ഹോൾ സെന്റൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹോൾ സെന്റൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, അവിടെ ഹോൾ സെന്റൻസിനെ അല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആ സെന്റൻസിന്റെ ഉള്ളിലുള്ള ഇൻഡിവിജ്വൽ വാക്കുകളെയാണ്. ഓക്കെ, എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, എന്താണെന്ന് ഡിഫറൻസ് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ദാറ്റ്സ് വാട്ട് ദ ബേസിക് ഡിഫറൻസ്. അതാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എപ്പോഴും ഇത് വിച്ച് അമംഗ് ദ ഫോളോയിങ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസ്
എന്താണെന്നാണ് ചോദിക്കുക യൂണിവേഴ്സൽ ഉത്തരം വരുമ്പോൾ. ഇതിലെ ഈ വേർഡ് എന്താണെന്നാണ് ചോദിക്കുക ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളത് പറയുമ്പോൾ. ഇനി യൂണിവേഴ്സൽ പോസിറ്റീവ് പ്രപ്പോസിഷൻ, ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്. ഇതിൽ സബ്ജക്റ്റ് ആയിട്ട് നമ്മളെപ്പോഴും പെന്നിനെടുക്കും, പ്ലാസ്റ്റിക്കിനെ പ്രെഡിക്കേറ്റ് ആയിട്ട് എടുക്കും. ഇതിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ പെന്നിനെ മാത്രം കൺസിഡർ ചെയ്യുക. ഈ ലോജിക്കൽ ലിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഒരു ചോദ്യം ഇട്ട് തരും, ഇതെന്തായിരിക്കും. അത് ആലോചിച്ച് നിങ്ങൾ കണ്ടെത്തിയ എക്സാമിന് വിൽ ബി വെരി ഈസി. ഇപ്പൊ നമുക്ക് ഇതിൽ 1-2 ടാബിളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, 1-2 ടാബിളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ടാബിൾ പോലെ നിങ്ങളുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ എന്താ കുട്ടി ഇപ്പൊ നമുക്ക് ട്രൂ ആവുമ്പോൾ എന്താവും, എന്താവും, ഓക്കെ, ഇങ്ങനെയുള്ള കുറെ കോൺസെപ്റ്റുകളുണ്ട്. അപ്പം 1-2 ടാബിളൊക്കെ വരച്ച് പഠിക്കാറുണ്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ. പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ടാബിളുകൾ പഠിക്കുക. പക്ഷെ ആദ്യം തൊട്ട് തന്നെ നിങ്ങൾ കോൺസെപ്റ്റ് ആണ് ക്ലിയർ ആക്കുകയാണെങ്കിൽ പരീക്ഷകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ടാബിൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടാബിളേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് പരീക്ഷകൾ വെച്ചിട്ട് ഓക്കെ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് വെച്ചാൽ ആദ്യം തൊട്ടേ നിങ്ങൾ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കാൻ പോവുക. ഡിസ്ട്രിബ്യൂട്ടർ എന്താന്നുള്ളത് ഡോണ്ട് വെറി, നമ്മൾ അതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കേസിലെ ആ പോപ്പുലേഷനിലെ എല്ലാവരെയും ഉദ്ദേശിക്കുന്ന ഒന്നാണ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ അത് പറയുന്ന പോപ്പുലേഷൻ എല്ലാവരെയും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെൻസ് എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? പറയാം. പെൻസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? ഓക്കെ, പെൻസ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഞാൻ എപ്പോഴും ലോജിക്കൽ ലിസ്റ്റിംഗിലെ ടോപ്പിക്കുകൾ പറയുന്ന സമയത്ത് കൺഫ്യൂസിങ് കോൺസെപ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയട്ടോ. അതെന്താ വെച്ചാൽ പെട്ടെന്ന് ആളുകൾ കൺഫ്യൂസ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞു ഓക്കെ, നോ എന്ന് പറയുന്നത് കൺഫ്യൂസിങ് കോൺസെപ്റ്റ് ആണ്. നോ എങ്ങനെയാണ് യൂണിവേഴ്സൽ ആവുക എന്നുള്ളത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എഴുതി വെക്കാം, പക്ഷെ അതാണ്. ഇനി എങ്ങനെയാണ് പെൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നത് പറഞ്ഞാൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ഓൾ പെൻസ് ആണ്, ലോകത്തുള്ള പെന്നൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രത്യേകിച്ച് ഒരു സംശയം അതിൽ വരുന്നില്ല. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ പ്രെഡിക്കേറ്റ് എന്താണ്? പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, പ്രെഡിക്കേറ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? എന്താണ്? പ്ലാസ്റ്റിക് ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ പ്ലാസ്റ്റിക് ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ്? Okay, plastic distributed or plastic undistributed? Okay, plastic is undistributed. So we have the confusing concept number 2, universal affirmative proposition predicate undistributed ആണ് എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നുള്ള കോൺസെപ്റ്റ് ഇത് പലർക്കും ഒരു കൺഫ്യൂസിംഗ് ആണ്. സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ അതൊരു ഇഷ്യൂ അല്ല. ഓക്കെ, അതൊരു ഇഷ്യൂ അല്ല. So basically what we can say, ഓക്കെ, അതൊരു ഇഷ്യൂ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നത് വെരി ഈസി ആണ്. ഓൾ പെൻസ് ആണ്, ലോകത്തുള്ള പെൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പ്രെഡിക്കേറ്റ് എന്തുകൊണ്ടാണ് ഇവിടെ ആളുകൾക്ക് കൺഫ്യൂസിംഗ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ എവിടെയാണ് ആളുകൾക്ക് പ്രശ്നം വരാന്ന് ചോദിച്ചാൽ, എല്ലാ പെന്നും പ്ലാസ്റ്റിക് ആണ്, രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ എന്ന് പെട്ടെന്നൊരു തോന്നൽ വരും. ഓക്കെ, അതായത് ചില സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് ലോജിക്ക് കോമൺ ആയിട്ട് വരും. ഉദാഹരണമായിട്ട് നമ്മളെ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എക്സ് ഈസ് എ ബ്രദർ ഓഫ് വൈ. ഓക്കെ, എ ഈസ് എ ബ്രദർ ഓഫ് ബി എന്ന് പറയും. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് കിട്ടും അറിയാം? പെട്ടെന്ന് പലരുടെയും മനസ്സിൽ എന്ത് തോന്നുന്നു അറിയാം? എ ഈസ് എ ബ്രദർ ഓഫ് ബി, എ ബ്രദർ ആണ്, ബി സിസ്റ്റർ ആണെന്നാണ് തോന്നുന്നു. ഓക്കെ, എനിക്കത് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. പലർക്കും ബി സിസ്റ്റർ ആണെന്ന് തോന്നുന്നു. ബി സിസ്റ്റർ ആവണമെന്നില്ല, ബി മറ്റൊരു ബോയ് ആവാം, ബിയും ബ്രദർ ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദർ ആവാലോ. പക്ഷെ ആ ഫ്ലോയിൽ എങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എ ഇസ് എ ബ്രദർ ഓഫ് ബി എന്ന് പറയുമ്പോൾ എ ബ്രദറും ബി സിസ്റ്ററും ആണെന്ന് അങ്ങ് തോന്നും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഓക്കെ പെന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് തോന്നുന്നു. ഇല്ല, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വീണ്ടും പറയുന്നു, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇനി ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചു മറിച്ച് കളിക്കാൻ പോവാണ്. എ ട്രൂ ആണെങ്കിൽ ഈ ആണെങ്കിൽ ഐ അതാണ്, ഐ ആണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് പറഞ്ഞിട്ട്. ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ, പെൻസ് എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ പെന്നും ഉണ്ട്, അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ആർ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ പ്ലാസ്റ്റിക്കും ഇല്ല. ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ പെന്നും പ്ലാസ്റ്റിക് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ നിങ്ങൾ ഇത് ലോകത്തുള്ള എല്ലാ പെന്നിന്റെയും ഒരു പോപ്പുലേഷൻ ആണ് ഇതെങ്കിൽ ഇത് മുഴുവൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ലോകത്തുള്ള എല്ലാ പ്ലാസ്റ്റിക്കിന്റെയും ഒരു പോപ്പുലേഷൻ ആണ് ഇതെങ്കിൽ ഇതിലെ പെന്നായിട്ടുള്ള പ്ലാസ്റ്റിക് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പെന്നല്ലാത്ത കുറെ പ്ലാസ്റ്റിക് ഉണ്ടാവും. പ്ലാസ്റ്റിക്കിന്റെ കവർ ഉണ്ടാവും, പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ഉണ്ടാവും, പ്ലാസ്റ്റിക്കിന്റെ എക്സ് ഉണ്ടാവും, പ്ലാസ്റ്റിക്കിന്റെ വൈ ഉണ്ടാവും, പ്ലാസ്റ്റിക്കിന്റെ സി ഉണ്ടാവും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം ഇവിടെ പറയുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ പ്ലാസ്റ്റിക്കുകളും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ലോകത്തിലുള്ള എല്ലാ പ്ലാസ്റ്റിക്കുകളും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് സംഭവം. അടുത്തായിട്ട് മനസ്സിലാക്കുക, ഫസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ ചിലർക്ക് ചിലത് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ നാലും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും വരും കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഓവർ കൺഫ്യൂസ്ഡ് ആവണ്ട, എവിടെ ഒരു പോയിന്റ് സ്പോട്ട്. ഇനി അടുത്ത് നോക്കാം, യൂണിവേഴ്സൽ നെഗറ്റീവ്. കൺഫ്യൂസിങ് കോൺസെപ്റ്റ് നമ്പർ 3 and 4 എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ സബ്ജക്റ്റും പലരും കൺഫ്യൂസിങ് ആവാറുണ്ട്. ഓക്കെ, പ്രെഡിക്കേറ്റും കൺഫ്യൂസിങ് ആവാറുണ്ട്. പറയൂ, നിങ്ങൾ ചാറ്റ് ബോക്സിൽ എഴുതിയിടാം, സബ്ജക്റ്റ് എന്താണ്, പ്രെഡിക്കേറ്റ് എന്താണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളങ്ങ് ആലോചിക്കുക. എങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് വെച്ച് നിങ്ങളങ്ങ് ആലോചിക്കുക. സബ്ജക്ട്, പ്രെഡിക്കേറ്റ്, ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്, അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇല്ല. അപ്പൊ നോ പെൻ ഈസ് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ, പെന്ന് എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉദ്ദേശിക്കുന്നുണ്ടോ? പ്ലാസ്റ്റിക് അങ്ങനെ ആലോചിക്കുക. കാരണം ഇവിടെ നിങ്ങൾ ഒരു ടേബിൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ഏത് യൂണിവേഴ്സൽ അഫർമേറ്റീവിൽ ഇങ്ങനെയാണ്, യൂണിവേഴ്സൽ നെഗറ്റീവിൽ ഇങ്ങനെയാണ്, പെർട്ടിക്കുലർ അഫർമേറ്റീവിൽ ഇങ്ങനെയാണ്, പെർട്ടിക്കുലർ നെഗറ്റീവിൽ ഇങ്ങനെയാണ്, നിങ്ങൾ ടേബിളുകൾ പഠിക്കാൻ പോകുന്നുണ്ട്. കോൺസെപ്റ്റ് ക്ലിയർ ആയ ഒരു ടേബിളും പഠിക്കേണ്ട ആവശ്യമില്ല. ആ ടേബിളുകളൊക്കെ പരീക്ഷകളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ആലോചിച്ചിട്ട് പറയാം. സബ്ജക്റ്റ് എന്താണ്, പ്രെഡിക്കേറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് പറയാം. ഓക്കെ, ഓക്കെ. ഇവിടെ മനസ്സിലാക്കുക, നോ പെൻ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ പെന്നിനെയും ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലേ? നോ പെൻ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ പെന്നിനെയും ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, നോ പെൻ എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ പെന്നും ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ലോകത്തിലുള്ള എല്ലാ പെന്നും അല്ലെങ്കിൽ ഒരു പെന്നും ലോകത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലോകത്തിലുള്ള ഒരു പെന്നും, ഓക്കെ, ലോകത്തിലുള്ള ഒരു പെന്നും ലോകത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കും അല്ല എന്നുള്ളതാണ്. ഓക്കെ, ലോകത്തിലുള്ള ഒരു പെന്നും ലോകത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കും അല്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അടുത്തൊരു കൺഫ്യൂഷൻ എവിടെ വരികയെന്ന് ചോദിച്ചാൽ, നമുക്ക് നോക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളിങ്ങനെ ആലോചിക്കും, യൂണിവേഴ്സൽ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഓൾ ഡിസ്ട്രിബ്യൂട്ടഡ്, ശരി, പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണല്ലോ. യൂണിവേഴ്സൽ നെഗറ്റീവിലാണോ ഡിസ്ട്രിബ്യൂട്ടഡ്? അതേപോലെ പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവൂലേ? ആവൂല. ഇവിടെയാണ് ഈ പ്രശ്നം വരിക. ഓക്കെ, അവിടെ ആവുന്നില്ല. കാരണം എല്ലാ പെന്നുകളും പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ പ്ലാസ്റ്റിക്കിനെയും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു പെന്ന് പോലും പ്ലാസ്റ്റിക് അല്ല എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കും അല്ല എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ലോകത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കും അല്ല എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. സോ യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രപ്പോസലില് സബ്ജക്റ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇത് രണ്ടും കൺഫ്യൂസിംഗ് ആണ്, പലർക്കും തെറ്റുന്ന ഒരു ആസ്പെക്ട് ആണ്. യൂണിവേഴ്സൽ നെഗറ്റീവില് സബ്ജക്റ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, സബ്ജക്റ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ പറയാം, പെർട്ടിക്കുലർ പോസിറ്റീവ് ഓർ പെർട്ടിക്കുലർ അഫർമേറ്റീവ്. സബ്ജക്റ്റ് എന്താണ്, പ്രെഡിക്കേറ്റ് എന്താണ്. നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യനിലേക്കൊക്കെ വരട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ എക്സാക്ട്ലി ക്ലിയർ ആവും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. വി ഹാവ് ബോത്ത് ആർ അൺഡിസ്പ്യൂട്ടഡ്. കാരണം സം പെൻസ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ പ്ലാസ്റ്റിക്കും ഇല്ല. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം, ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്കിൽ തന്നെ പ്ലാസ്റ്റിക് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആകുമ്പോൾ പിന്നെ സം പെൻസ് ആർ പ്ലാസ്റ്റിക്കിൽ അതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. ദെൻ അടുത്ത ആസ്പെക്ട് പെർട്ടിക്കുലർ നെഗറ്റീവ്. ഒരു ഫൈനൽ കൺഫ്യൂസിങ് ആസ്പെക്ട് ഇതിന്റെ പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, പെർട്ടിക്കുലർ നെഗറ്റീവ് എങ്ങനെയാണ് ഉണ്ടാവുക?
ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സബ്ജക്റ്റ് എന്ന് പറയുന്നത് വി ഹാവ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇവിടെ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം നോർമലി നമ്മൾ ചിന്തിക്കൂല, അതുകൊണ്ടാണ് ഞാനത് കൺഫ്യൂസിങ് ആസ്പെക്ട് എന്ന് പറഞ്ഞത്. സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ കുറച്ച് പെന്നല്ല ലോകത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കുമല്ല. കുറച്ച് പെന്നല്ല ലോകത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കുമല്ല. കുറച്ച് പെന്നല്ല ലോകത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കുമല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ടേബിൾ. നിങ്ങളൊന്ന് ആലോചിക്കാം. യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പെർട്ടിക്കുലർ അഫർമേറ്റീവ്, പെർട്ടിക്കുലർ നെഗറ്റീവ്, സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ്, അൺഡിസ്ട്രിബ്യൂട്ടഡ്. ഒന്ന് നോക്കുക, മനസ്സിലായില്ല നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾ പറയാം. ഓക്കെ, വിൽ ബി ഡിസ്കസിങ് ദാറ്റ്. എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾ പറയാം, വിൽ ബി ഡിസ്കസിങ്. അതായത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയേണ്ടത് ആ യൂണിവേഴ്സൽ നെഗറ്റീവിൽ ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയത് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക. ദാറ്റ്സ് ഇറ്റ്. കാരണം അതിപ്പോൾ പഠിക്കണം. കാരണം ഈ ടേബിള് പഠിച്ചു പോകാൻ നിൽക്കരുത്. ഈ ടേബിൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുവരെ പഠിച്ച സാധനം അങ്ങോട്ട് എഴുതി വെച്ചതാണുള്ളത്. അപ്പോൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയാൽ ഓക്കെ, ദാറ്റ് വിൽ വർക്ക് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചാറ്റ് ബോക്സിൽ പറയാം. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഡിസ്ട്രിബ്യൂട്ടഡ് ഡൗട്ടിൽ ഇപ്പോൾ ചോദിക്കുക, ക്വസ്റ്റിലേക്ക് പോകുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ അതിലെല്ലാത്തിനെയും ഉദ്ദേശിക്കും. ഓൾ പെൻ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ പെന്നുണ്ട്. ഓൾ ഐഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ഐഫ്രൈറ്റ്സ് ഉണ്ട്. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ അതേസമയം ഞാൻ പറയാം, ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഐഫ്രൈറ്റ്സ്, ഓക്കെ, യു ആൾ ഐഫ്രൈറ്റ്സ് എന്ന് പറയാണ്. അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം ലോകത്തുള്ള എല്ലാ ഐഫ്രൈറ്റ്സിന്റെയും പോപ്പുലേഷൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അത് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇവിടെയുള്ള 200 ആളാണെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പം നിങ്ങൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നിങ്ങൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, അപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ ആ പോപ്പുലേഷനിലുള്ള എല്ലാവരെയും യൂസ് ചെയ്യുമ്പം അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയും. ഓക്കെ, ആ ഒരു പോപ്പുലേഷൻ എല്ലാവരെയും അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യില്ലെങ്കിൽ അതിനെ നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയും. സബ്ജക്ട് പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ഉള്ള പെന്നിന്റെ സബ്ജക്റ്റും പ്ലാസ്റ്റിക്കിന്റെ പ്രെഡിക്കേറ്റ് എടുക്കും. അതിന്റെ ഗ്രാമാറ്റിക്കൽ ഇംഗ്ലീഷ് ആസ്പെക്റ്റിലേക്കൊന്നും അധികം പോവേണ്ട ആവശ്യമില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രപ്പോസിഷനിൽ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയത് യൂണിവേഴ്സൽ നെഗറ്റീവ് നോ പെൻസ് ആർ പ്ലാസ്റ്റിക് ആണ്. അപ്പൊ നോ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 100% പെന്നും ലോകത്തുള്ള 100% പ്ലാസ്റ്റിക്കുമല്ല. 100% പെന്നും ലോകത്തിലുള്ള 100% പ്ലാസ്റ്റിക്കുമല്ല എന്നുള്ളതാണ്. ഓക്കെ, ബേസിക്കലി മനസ്സിലായി. ഇപ്പൊ ഈ ടേബിൾ വെച്ചിട്ട് പഠിക്കാൻ ഞാൻ 2-3-4 ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സാധാരണ കോളേജിൽ ചെയ്യുന്ന പോലെ മുമ്പത്തെ പേപ്പർ പേജ് മറിച്ച് നോക്കിയിട്ട് ഉത്തരം പറയരുത്. അത് കളിക്ക് കൂട്ടൂല, പറ്റൂല. ഓക്കെ, നിങ്ങൾ തന്നെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയണം. ഈ ടേബിൾ എങ്ങനെയാണ് നമ്മൾ ആലോചിക്കുക? എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ചിലപ്പം ചോദിക്കും യൂണിവേഴ്സൽ അഫർമേറ്റീവില് സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ചോദിക്കും. നമ്മൾ എങ്ങനെ കണ്ടെടുത്ത ശരിക്ക്? യൂണിവേഴ്സൽ അഫർമേറ്റീവിൽ സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നാണ് ചോദിച്ചത്. യെസ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ്. ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്. ഓക്കെ, ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്കിലെ പെൻസ്. അപ്പൊ അങ്ങനെ അർത്ഥം ആലോചിച്ചിട്ടാണ് നമ്മൾ ഉത്തരം കണ്ടെത്തുക. അല്ലാതെ ഒരിക്കലും യൂണിവേഴ്സൽ അഫർമേറ്റീവിൽ ഡിസ്ട്രിബ്യൂട്ട് അൺഡിസ്ട്രിബ്യൂട്ട് എന്ന് പഠിക്കാൻ കഴിയില്ല കേട്ടോ. യൂണിവേഴ്സൽ അഫർമേറ്റീവ് നമ്മൾ പഠിച്ചിട്ട് അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് ആ എക്സാമ്പിളിലുള്ള സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും ആലോചിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പെർട്ടിക്കുലർ പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ ഒരു പാട്ടിനെ മാത്രം ഉദ്ദേശിക്കുമ്പോൾ കുറച്ച് കുട്ടികൾ ജയിച്ചു എന്നോ കുറച്ച് കുട്ടികൾ ജയിച്ചില്ല എന്നോ കുറച്ച് കുട്ടികളെ ഒരു പാട്ടിനെ മാത്രം ഉദ്ദേശിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പെർട്ടിക്കുലർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. പെർട്ടിക്കുലർ അഫർമേറ്റീവിൽ കുറച്ച് കുട്ടികൾ ജയിച്ചു അല്ലെങ്കിൽ കുറച്ച് പെന്ന് പ്ലാസ്റ്റിക് ആണ്. അങ്ങനെ കുറച്ച് പെന്ന് പ്ലാസ്റ്റിക് ആണെന്ന് പറയുമ്പോൾ പെന്നിന്റെ മൊത്തം പോപ്പുലേഷൻ അവിടെ അല്ല, പ്ലാസ്റ്റിക്കിന്റെ മൊത്തം പോപ്പുലേഷൻ അവിടെ അല്ല. കുറച്ച് പെന്ന് പ്ലാസ്റ്റിക് ആണെന്ന് പറയുമ്പോൾ പെന്നിന്റെ മൊത്തം പോപ്പുലേഷൻ അവിടെ അല്ല, പ്ലാസ്റ്റിക്കിന്റെ മൊത്തം പോപ്പുലേഷനും അവിടെ ഇല്ല എന്നുള്ളതാണ് ഓക്കെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്.